ഗുഹയ്ക്കുള്ളിലാണ് ഞാൻ നിൽക്കുന്നത്. കണ്ടോ, തല തട്ടും അത്രത്തോളം. എന്താ ശരിക്കും പറഞ്ഞാൽ 2000 വർഷത്തിൻ്റെ പാരമ്പര്യം അവകാശപ്പെടാവുന്ന ഒരു ഗുഹ, അതും ബാംഗ്ലൂർ നഗരത്തിൻ്റെ ഉള്ളിൽ. അങ്ങനെ നിങ്ങൾക്കൊന്ന് സങ്കല്പിക്കാൻ പറ്റും. പക്ഷേ അത് സത്യമാണ്. ഞാൻ പോയിരുന്നു. ആ വീഡിയോ ആണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അത്ഭുതപ്പെടുത്തുന്ന വീഡിയോ തന്നെയാണ്. കാരണം ഈ ഒരു നഗരത്തിനിടെ ഉള്ളിൽ ഇത്രത്തോളം ഭംഗിയായിട്ടത് സംരക്ഷിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ തന്നെ ശരിക്കും ഹാപ്പിയാണ്. അതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ സൂപ്പർ ഹാപ്പി. വീഡിയോയ്ക്ക് പോകാം. അപ്പോൾ അറിയാത്തവർക്കായിട്ട് ഞാൻ പറയുകയാണ്, ഇതാണ് റോയൽ മീനാക്ഷി മാള്. ഞാൻ താമസിക്കുന്നത് അരിക്കരെ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടുന്ന് ഒരു 2.5 കിലോമീറ്റർ മാറിയിട്ടാണ് ഹൊളിമാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ റോയൽ മീനാക്ഷി മാളുള്ളത്. ഈ ഏരിയയിൽ തന്നെ പ്രശസ്തമായിട്ടുള്ളൊരു മാളാണ്. അതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ വന്നു പോകുന്ന ഒരിടം കൂടിയാണ്. ഇനി കിടക്കുന്ന ഒരു ബസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നു 1 മണിക്കൂർ ഇടവിട്ടിട്ട് നമ്മുടെ എയർപോർട്ടിലേക്ക്, ബാംഗ്ലൂർ എയർപോർട്ടിലേക്ക് പോകുന്ന ബസ്സാണ് ഈ കിടക്കുന്നത്. അപ്പോൾ അതൊരു ഇൻഫർമേഷനാണ് നിങ്ങൾക്ക്. ഇവിടെ അറിയാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഏരിയയിൽ താമസിക്കുന്ന എല്ലാവർക്കും അറിയാതിരിക്കാം, പക്ഷേ അറിയാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടുന്ന് മീനാക്ഷി മാളിൻ്റെ തൊട്ട് നിന്ന് തന്നെ ഇവിടുന്ന് എടുക്കുന്ന ബസ് നമ്മുടെ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക്, ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഇവിടെ നിന്ന് ബസ് പോകുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് ഒരു 2 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്പോട്ടിലേക്ക് എത്താം. നമ്മൾ ഇന്ന് പോകുന്ന ഈ ഒരു എന്താ പറയുക, ഗുഹാക്ഷേത്രത്തിൽ അവിടുന്ന് ഒരു 2 മിനിറ്റ്, ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 400 മീറ്ററോ 500 മീറ്ററോ ഉള്ളൂ ഈ കാണുന്ന ഈ പറയുന്ന മീനാക്ഷി മാളിൽ നിന്ന് നമ്മളുടെ ഗുഹാക്ഷേത്രത്തിലേക്ക്. ഇനി മജസ്റ്റിക്കിൽ നിന്നൊക്കെ വരുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ ഏറ്റവും അടുത്ത മെട്രോ സ്റ്റേഷൻ എന്ന് പറയുന്നത്, ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയത് എലച്ചനഹള്ളി മെട്രോ സ്റ്റേഷനാണ്. ഞാൻ എൻ്റെ റൂമിൽ നിന്ന് ഞാൻ മെട്രോ കയറാനായിട്ട് പോകുന്നത് JP നഗർ മെട്രോ ആണ്. അതും ഈ ഒരു എലച്ചനഹള്ളിയും ഈ കെ ഗുഹയുടെ അടുത്തുനിന്നാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചധികം ദൂരമുള്ളത് JP നഗർ മെട്രോ സ്റ്റേഷനാണ് എന്ന് തോന്നുന്നു. എല്ലാവർക്കും എളുപ്പത്തിൽ പൊതുവായി കിട്ടാൻ ഒരു മാർഗം എന്ന് പറയുന്നത് റോയൽ മീനാക്ഷി മാള് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന് തൊട്ട് അടുത്ത് തന്നെയാണ് ഈ പറയുന്ന നമ്മുടെ ഗുഹ കേവ് കിടക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഒന്നും കൂടിയും സെർച്ചിന് അനുയോജ്യമായിട്ട് BGS NPS മൾട്ടിപർപ്പസ് ഹാള്, അത് ഈ ഒരു ഗുഹാക്ഷേത്രത്തിൻ്റെ തൊട്ടുരുമി നിൽക്കുന്ന ഒരു ഹാളാണ്. അത് സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് ഇവിടെ പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ മലയാളികൾ പലപ്പോഴും ശാന്തമായിട്ടുള്ള ഒരു ഇടം തേടി നടക്കുന്ന ആളുകളാണ്. കാരണം ശാന്തമായിട്ട് കുറച്ച് നേരം ഇരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേക താല്പര്യം എടുത്ത് ചെയ്യുന്ന ആളുകളാണ്, എനിക്ക് തോന്നിയിട്ടുണ്ട്. അത്തരം ആളുകൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ട്, ഇപ്പോൾ ബാംഗ്ലൂർ എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ പൊല്യൂഷനായാലും ട്രാഫിക്കായാലും ഭയങ്കര ഹൈ ആണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി ഒരു 10-20 മിനിറ്റ് നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റിയ ബാംഗ്ലൂർ നഗരത്തിലെ ഏറ്റവും നല്ലൊരിടമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ ഒരു പ്ലേസാണ്. ശരിക്കും ഇവിടെ ആ കിളികളുടെ സൗണ്ടും ശാന്തസുന്ദരമായിട്ട് നമുക്കിങ്ങനെ എന്താ പറയുക, ധ്യാനത്തിലിരിക്കാനോ അല്ലെങ്കിൽ ഒരു കുറച്ച് നേരം നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കണം തോന്നിക്കഴിഞ്ഞാൽ ഒന്നും വിചാരിക്കേണ്ട, നേരെ ഇവിടെ വന്നിട്ട് ഗുഹയ്ക്കുള്ളിൽ കയറി കുറച്ച് നേരം ഇരുന്നുണ്ടല്ലോ മനസ്സൊക്കെ ഒരു തരം ഫീല് കിട്ടും. ഭയങ്കര ഫീലാണ്. അതാണ് ഈ ഗുഹയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ ഓരോ ക്ഷേത്രങ്ങൾ പോകുമ്പോഴും നമുക്ക് ഓരോ ഫീലുകളാണല്ലോ. ഇവിടെ ആണെങ്കിൽ ഇതിനുള്ളിൽ നിങ്ങൾ കയറുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ടൊരു വൈബ്രേഷൻ വരും. അത് ഈ ഒരു പാറയുടെ അടിയിലാണ്, കണ്ടില്ലേ? അതിങ്ങനെ ചെറുതല്ല, ഇതിങ്ങനെ നീണ്ട് കിടക്കുക, ഒരു തോണിയുടെ മാതിരി ഇങ്ങനെ നീണ്ട് കിടക്കുന്നൊരു, മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് പേടിയാവും. പക്ഷേ കണ്ടോ, ആ പാറയുടെ എന്താ പറയുക, അതെന്തോ വസ്തുക്കൾ വെച്ചിട്ടത്
അതിനെ പോളിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ. തല തട്ടിയാലും അത് നമുക്ക് മുറിവൊന്നും പറ്റാതിരിക്കാൻ അവർ അത് നന്നായിട്ട് പോളിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ, ഞാൻ ചെല്ലുമ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. പലപ്പോഴും രാവിലെ തുറന്നു കഴിഞ്ഞാൽ 12 മണിക്കാണ് ഇവർ അടയ്ക്കുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ അധികം ആളുകളൊന്നുമില്ല. അധികം ആളുകൾക്കും ഈ ഒരു ക്ഷേത്രത്തെക്കുറിച്ച് കൂടുതൽ അറിവില്ല. മലയാളികളാണെങ്കിൽ തന്നെ നമുക്ക് എത്ര പേർക്ക് അറിയാം, ബാംഗ്ലൂരിൽ താമസിക്കുന്ന എത്ര പേർക്ക് ഈ ഒരു ക്ഷേത്രത്തെക്കുറിച്ച്, ഗുഹാക്ഷേത്രത്തെക്കുറിച്ച് അറിയാം എന്നത് എനിക്കറിയില്ല. പക്ഷേ ഞാനിത് അറിയുന്നത് ഒരു വർഷം മുന്നേ എൻ്റെ അടുത്ത് സത്യസായി ബാബയുടെ ജന്മസ്ഥലമായ പുട്ടപ്പർത്തി പോയപ്പോൾ ബാംഗ്ലൂരിൽ താമസിക്കുന്ന ഒരാൾ, അദ്ദേഹം എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സായി നീ ഇങ്ങനെ ബാംഗ്ലൂരിലല്ലേ ഇപ്പോൾ ഉള്ളത്, അപ്പോൾ ഇങ്ങനെ ഒരു ഗുഹാക്ഷേത്രം ഉണ്ട്, നീ അത് പോയിട്ട് കവർ ചെയ്യണം എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് വിട്ടു. ഇപ്പോൾ അടുത്തിങ്ങനെ പുള്ളീനെ കണ്ടപ്പോൾ പുള്ളിയുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് എന്തായാലും അവിടെ പോകണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനൊരു ക്ഷേത്രത്തിനകത്തേക്ക് വന്നത്. കണ്ടില്ലേ, ഭയങ്കരമായിട്ടുള്ളൊരു ഒരു 2000 വർഷം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ഒരു ഫീല് കിട്ടും. ഇവിടുന്ന് നോക്കുമ്പോൾ നമ്മൾ കുറേ ദൂരെയാണിപ്പോൾ വന്നിരിക്കുന്നത്. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ, ഇതിനകത്തെ ക്ഷേത്രത്തിൻ്റെ കുറച്ച് മാറിയിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റും, നമുക്ക് ധ്യാനത്തിലിരിക്കാൻ പറ്റും. അതുപോലെ തന്നെ കുറച്ച് നേരം സ്വസ്ഥമായിട്ട് ഇരിക്കാനായിട്ട് ഒരു എന്താ പറയുക, പടി അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ. വയസ്സായ ആളുകൾക്ക് വന്നിരിക്കാനും അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ്. പിന്നെ ക്ലീൻ, ഭയങ്കരമായിട്ട് അത് അവർ നന്നായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് ഈ ക്ഷേത്രം. അതാണ് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത്. പലപ്പോഴും നമ്മൾ കേരളത്തിന് പുറത്തുള്ള ക്ഷേത്രങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ച് വൃത്തിയായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ നമ്മൾ കേരളത്തിനുള്ളിലായാൽ നമുക്കത് അത്രത്തോളം ഫീൽ ചെയ്യാറില്ല. കാരണം എല്ലായിടത്തും ക്ലീൻ ആയിരിക്കും. ഇതിനകത്ത് അത് തന്നെയാണ്, നന്നായിട്ട് ക്ലീനാക്കി വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ സമാധിയായിട്ടുള്ള ഒരു സ്വാമി, അദ്ദേഹമാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ സമാധിയാണ് ഈ കാണുന്നത്. അതിന് അപ്പുറത്തൊരു ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ആരതിയൊക്കെ എടുക്കുന്ന സമയത്ത് മണിയടിക്കാനുള്ള സംവിധാനങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരേ സമയം 100ഓളം ആളുകൾക്ക് ഈ ഒരു ക്ഷേത്രത്തിനകത്ത് ധ്യാനത്തിലിരിക്കാം എന്നതാണ് പറയപ്പെടുന്നത്. അത്രത്തോളം വലിയൊരു ക്ഷേത്രമാണ് കേട്ടോ ഈ ക്ഷേത്രം. ഇപ്പോൾ നമ്മൾ കണ്ട ഈ ഒരു ക്ഷേത്രത്തിന് ചുറ്റുമായിട്ട് നമുക്കിങ്ങനെ ഒരു വഴി ഇട്ടിട്ടുണ്ട്. ഈ വഴിയിലൂടെ നമുക്കൊരു പ്രദക്ഷിണമാവണമെങ്കിൽ അങ്ങനെ പ്രദക്ഷിണമാവാം. കുറച്ച് ഹൈറ്റൊക്കെ ഉള്ള ആളുകളാണെങ്കിലുണ്ടല്ലോ, ഞാൻ കുറച്ച് ഹൈറ്റുള്ള ഒരാളാണ്, വലിയ ഹൈറ്റില്ലെങ്കിലും അത്യാവശ്യം ഹൈറ്റുള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് ചില സമയങ്ങളിലൊക്കെ നമ്മളിങ്ങനെ തല താഴ്ന്ന് നടക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് ഈ ഒരു പ്രദക്ഷിണം ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അത്തരത്തിലിങ്ങനെ നമ്മൾ ഇതിനുള്ളിലൂടെ പ്രദക്ഷിണം ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഒരു ഫീല് തോന്നാം, ഇതിങ്ങനെ തല ഇങ്ങനെ മുട്ടുമോ എന്നുള്ളൊരു ഫീല് തോന്നാം. എന്നിരുന്നാലും ആ ഒരു വൈബ് എന്ന് പറയുന്നത്, ഒറ്റയ്ക്കൊക്കെ ഇവിടെ വന്നിരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കരമായിട്ടൊരു ഫീലാണ്. ഈ ഒരു സമാധി എന്ന് പറയുന്നത് രാമാനന്ദ സ്വാമിജി, അദ്ദേഹമാണ് ഇത്ര ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. ഈ ഒരു ഗുഹയ്ക്കുള്ളിൽ അദ്ദേഹം ഭഗവാനെ ധ്യാനിച്ചിട്ട് ഇവിടെ താമസിച്ചിരുന്നു. അങ്ങനെ അദ്ദേഹം സമാധിയായപ്പോൾ ഇവിടുത്തെ ആളുകളെല്ലാം കൂടി അദ്ദേഹത്തിൻ്റെ ആരാധനാമൂർത്തിയായിട്ടുള്ള ശിവക്ഷേത്രം പണിതു. ഒപ്പം തന്നെ ശ്രീരാമൻ്റെയും ലക്ഷ്മണൻ്റെയും സീതയുടെയൊക്കെ ഒരു വിഗ്രഹവും പൂജിക്കുന്നുണ്ട് ഇവിടെ ഇതിനകത്ത്. ഇതിന് പുറത്തായിട്ട് നാഗക്ഷേത്രം, ഗണപതി ക്ഷേത്രം എന്നീ 2 ക്ഷേത്രങ്ങൾ വേറെയുണ്ട്. അപ്പോൾ വന്നിരിക്കുന്ന ആളുകൾക്ക്, ഇപ്പോൾ ന്യൂജൻ ആളുകളൊക്കെയാണ് കൂടുതലായിട്ട് ഇങ്ങനെ ഗുഹാക്ഷേത്രങ്ങളൊക്കെ തേടി പോകുന്ന ആളുകൾ, അല്ലെങ്കിൽ ഗുഹ എവിടെയുണ്ട് അവിടേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ. അവർക്ക് വന്നാലും അവരുടേതായ ഒരു മെൻറ്റാലിറ്റി അനുസരിച്ചിട്ട് വളരെയധികം പോസിറ്റീവ് ഫീൽ നൽകുന്ന ഒരു ക്ഷേത്രമാണ് കേട്ടോ ഇത്. അപ്പോൾ ഫാമിലി ആയിട്ട് വന്നാലും എങ്ങനെ വന്നാലും ഇത് കാണാനായിട്ട് നമ്മുടെ ബാംഗ്ലൂരിന് ഇത്രയും ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ബാംഗ്ലൂരിനകത്ത് ഇത്രയും വിശാലമായിട്ട്, ഇത്രയും സൈലൻ്റായിട്ടൊരു ഗുഹ എന്ന് പറയുന്നത് തന്നെ മഹാ അത്ഭുതം തന്നെയാണ്. ആ ഒരു അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇതൊരു അത്ഭുതം തന്നെയാണ്. ഈ ഒരു നഗരത്തിനുള്ളിൽ ഇത്തരമൊരു ക്ഷേത്രം നിലനിന്ന് പോകുന്നതും ആ ക്ഷേത്രത്തിൻ്റെ എന്താ പറയുക പ്യൂരിറ്റി അത് നിലനിർത്തിക്കൊണ്ട് പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ സമ്മതിക്കാതെ വയ്യ ഇതിൻ്റെ ആളുകളെ. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ദൂരെ മാറി നിന്ന് ക്ഷേത്രത്തെ വീക്ഷിക്കുന്നൊരു ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്രത്തോളം ഒരു ദൂരെയാണ്
ഇപ്പോൾ ഒരു ഒരു ഗുഹയുടെ ഉള്ളിലാണ് നമ്മൾ ഇരിക്കുന്നത് എന്ന് ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. എനിക്കിവിടെ നിൽക്കാനായിട്ട് പറ്റില്ല, കാരണം നിന്ന് കഴിഞ്ഞാൽ തല തട്ടും. അപ്പോൾ ചില ഏരിയയിൽ നിൽക്കാനായിട്ട് നമുക്ക് പറ്റില്ല, നിന്ന് കഴിഞ്ഞാൽ തല തട്ടും. ഇരുന്നുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ഞാൻ ചില ഏരിയ പോകാനായിട്ട് ഞാൻ മുട്ടിൽ കഴിഞ്ഞിട്ട് ഇവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ വളരെ നമ്മൾ കാണാത്ത ഒരു അത്ഭുതം തന്നെയാണ് ഈ മഹാക്ഷേത്രം. ഇത് നമ്മൾ മലയാളികൾ കണ്ടിരിക്കേണ്ട ഒരു ക്ഷേത്രം തന്നെയാണ്. ഇനി എന്തോ ആയിക്കോട്ടെ, നമുക്ക് നമ്മുടെ പൂർവികമായിട്ട് ആരാധിച്ചിരുന്ന ഒരു സ്വാമിജി ആരാധിച്ചിരുന്ന ഒരു ക്ഷേത്രം, അദ്ദേഹം എങ്ങനെയാണ് ഈ ഒരു നിലയിലേക്ക് ഇതിനെ ഉയർത്തിക്കൊണ്ടുവന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ തപസ്സോ അങ്ങനെയൊക്കെ ആയിരിക്കാം എന്നെനിക്ക് തോന്നുന്നു. കൂടുതലായിട്ട് എനിക്ക് അതിനെക്കുറിച്ചൊന്നും പറയാൻ അറിയില്ല എങ്കിൽ പോലും ഈ ഒരു ക്ഷേത്രം ഇന്ന് നിലനിന്ന് പോകുന്നത് ആ ഒരു വ്യക്തി ഉണ്ടായത് കൊണ്ട് തന്നെയാണ്. ഇവിടെ ആ വ്യക്തി തപസ്സോ അല്ലെങ്കിൽ ധ്യാനത്തിലിരുന്നത് കൊണ്ട് ഈ ഒരു ക്ഷേത്രം ഉണ്ടായി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ശ്രീ ശ്രീ ബാലഗംഗാധര സ്വാമി മഠം, അവരാണ് ഈ ഒരു ടെമ്പിള്, ഈ കേവ് ടെമ്പിള് ഇപ്പോൾ നടത്തുന്നത്. അവരുടെ കീഴിലാണ് അവിടുത്തെ പൂജാരിമാർ, ആ പരമ്പരയിൽപ്പെട്ട പൂജാരിമാരാണ് ഇവിടുത്തെ പൂജ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ക്ഷേത്രം ഇത്രത്തോളം എന്താ പറയുക, ശുദ്ധിയായിട്ടും വൃത്തിയായിട്ടും നടത്തുന്നത് ഈ ഒരു മഠമാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഞാൻ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇത് ശ്രീ ശ്രീ ബാലഗംഗാധര സ്വാമി മഠം, ആ ഒരു മഠത്തിൻ്റെ കീഴിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശിവലിംഗം ഉണ്ട്, ശ്രീരാമൻ, സീത, ലക്ഷ്മണൻ, അങ്ങനെ അങ്ങനത്തെ വിഗ്രഹങ്ങളുണ്ട്, ഗണേശനുണ്ട്. അപ്പോൾ അതാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. പിന്നെ ഇതാണ് ഈ കാണുന്ന രാമാനന്ദ സ്വാമിയുടെ സമാധി. അതുപോലെ തന്നെ ഈ ക്ഷേത്രം നിലനിർത്തി കൊണ്ടുപോകുന്നത് ആ മഠത്തിന് കീഴിലാണ് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. കുറേ നേരം ഞാനിവിടെ നിന്നു, ഇത് വീഡിയോ എടുക്കാനായിട്ട് ആരോടാണ് ചോദിക്കേണ്ടതെന്ന് അന്വേഷിച്ച് കുറേ നേരം നിന്നു. അപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ ഇവിടുത്തെ പൂജാരിയുടെ റൂം തൊട്ടപ്പുറത്തുണ്ട്. അത് എനിക്കറിയില്ലായിരുന്നു. ഞാൻ അവിടെ പോയി അദ്ദേഹത്തോട് ചോദിച്ചതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. അപ്പോൾ എന്തായാലും ബാംഗ്ലൂരിലുള്ള മലയാളികൾ ഒരിക്കലെങ്കിലും വിസിറ്റ് ചെയ്യേണ്ട, നിങ്ങൾക്ക് തിരക്കിൽ നിന്നൊക്കെ മാറി അത്യാവശ്യം നമ്മുടെ നാട്ടിൽ ആ ഗ്രാമപ്രദേശത്തൊക്കെ പോയിരിക്കുന്ന ഒരവസ്ഥ കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ഈ കേവ് ടെമ്പിളിലേക്ക് വരിക. എന്താ പറയുക, ഹോളിമാവ് എന്ന് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. പിന്നെ മീനാക്ഷി മാളിൻ്റെ തൊട്ടടുത്താണ്, നിങ്ങൾക്ക് മെട്രോയ്ക്ക് വരാം അല്ലെങ്കിൽ ബസ്സിന് വരാം. അപ്പോൾ എന്തായാലും ഒരിക്കലെങ്കിലും ബാംഗ്ലൂരിലെ മലയാളികൾ സന്ദർശിക്കേണ്ട ഒരു ക്ഷേത്രമായിട്ട് ഞാനിതിനെ കാണുന്നു. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം വന്നിട്ട് ഇവിടെ കാണുക, ഇവിടുത്തെ അനുഭവങ്ങൾ അനുഭവിച്ചറിയുക. ഇതൊരു അത്ഭുതം തന്നെയാണ്. നോർത്ത് ഇന്ത്യൻ ആളുകളൊക്കെ വന്നുകൊണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തണം എന്നപേക്ഷിച്ചുകൊണ്ട്.